ഇത് തല്ലുമാലയ്ക്ക് ശേഷമുള്ള ഒരു ആക്ഷൻ സിനിമയല്ല ഇത്. ആക്ച്വലി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്പോർട്സ് കോമഡി സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പോർട്സാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബേസ് ആയിട്ട് വരുന്നത്. ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും. സോ കഥാപശ്ചാത്തലം അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. സോ ഇതൊരു ടീനേജ് സ്പോർട്സ് കോമഡി സിനിമയാണ്, ഒരു ആക്ഷൻ സിനിമയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ചെയ്ത സിനിമകളെല്ലാം ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ് എല്ലാം പലതും. എന്താണ് അങ്ങനെ പലതും ചൂസ് ചെയ്യാനുള്ള കാരണം? അങ്ങനെ ചൂസ് ചെയ്യുന്നതല്ല, ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യുന്നതല്ല. ഓരോ കഥകൾ ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ്. പക്ഷേ ഞാൻ എനിക്ക് ബോക്സിംഗ് എന്ന് പറയുന്ന സ്പോർട്ടാണ് നമ്മൾ ഈ സിനിമയിൽ ബേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആ സ്പോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പോർട്ടാണ്. അതിലുമായിട്ട് കണക്റ്റായി വരുന്നൊരു കഥ വന്നപ്പോൾ ചെയ്തു പറ്റും. ആലപ്പുഴയിലെ സ്റ്റോറിയാണ് അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയാനുള്ള ആലപ്പുഴയിലുള്ള ആളുകളുടെ കഥയാണ്. അവിടെ നിന്നാണ് മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും വരുന്നത്. സോ അങ്ങനെ പറയുമ്പോൾ ആലപ്പുഴയാണ് ലൊക്കേഷൻ ബേസ് ചെയ്യുന്നത്. നമസ്കാരം. ഒരുപാട് സാർ പറഞ്ഞ പോലെ തന്നെ 200 കോടിക്ക് ശേഷമുള്ള ആദ്യത്തെ എന്താണ് ഒരു പ്രതീക്ഷ? വലിയ പ്രതീക്ഷ. പിന്നെ റഹ്മാനിക്കയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടെ ഫസ്റ്റ് പടം സെക്കൻഡ് പടം തൊട്ട് ഞാൻ ചാൻസ് വെച്ച് നടക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് ആ ലോട്ടറി വീണത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. സ്പോർട്സ് കോമഡി ജോണറാണ്. ഇതൊരു ചെയ്യാത്തൊരു പരിപാടിയാണ്, നല്ല അധ്വാനമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ തന്നെ കൺസിഡർ ചെയ്തത് അധികം നല്ല ക്രൂ ആണ്. കാസ്റ്റും കുറേ യങ്സ്റ്റേഴ്സാണ്. നസ്ലനുണ്ട്, ഉണ്ട്, ഞാനൊക്കെ ഉണ്ട്, സന്ദീപ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ബാക്കി ഇനി 10-50 ദിവസത്തെ പരിപാടിയാണ്. എറണാകുളത്തും ആലപ്പുഴയൊക്കെ ആയിട്ട് ബേസ് ചെയ്ത് നടക്കുന്ന പരിപാടിയാണ്. എന്തായാലും ഇതൊരു പുതിയ പരിപാടിയായിരിക്കും മലയാള സിനിമയിൽ. ഇതുവരെ കാണാത്തൊരു പരിപാടിയാണ് എന്തായാലും. പിന്നെ ഫൈറ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ പരിപാടി. എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞുമല്ല റിലീസിങ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നിട്ട് നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നുണ്ട്. നമ്മുടെ കോച്ച് വന്നിട്ട് ബോക്സിംഗ് കോച്ച് വന്നിട്ട് ജോഫിൽ എന്ന് പറഞ്ഞ ആളാണ്. നമ്മുടെ പിന്നെ വെയിറ്റ് ട്രെയിനിങ് കോച്ച് എന്ന് പറഞ്ഞാൽ ഷിഫാസ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള സഹകരണവും അധ്വാനവും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പരിപാടികൾ പോകുന്നു. റീസെൻ്റായിട്ട് ടോവിനൊരു ഇൻ്റർവ്യൂവിൽ പറയണ്ടേ റിയലിസ്റ്റ് കാര്യങ്ങൾ ചെയ്യാനാണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഫൈറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും നല്ല കിട്ടുന്നൊരു പേടി ഇതൊക്കെ ശരിക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നോക്കുക അവിടെ ഇവിടെ ആയിട്ട് അവിടെ ചെറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റെസ്റ്റിലായാലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു പരിപാടി. ലൈക്ക് എന്താ പറയുക, ബോക്സിംഗ് ആകുമ്പോൾ കുറേ പഞ്ച് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യാത്തൊരു പരിപാടിയാണ്. കിട്ടിയാലും തിരിച്ചു കൊടുക്കാന്നൊരു അത് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. കാലിക്ക് ശേഷം ചെയ്തു. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദിത്യ റഹ്മാൻ എന്ന് പറയുന്ന ഡയറക്ടർ ഞാൻ ഭയങ്കര ഫാനായിട്ടുള്ള ഒരു ഡയറക്ടർ. അപ്പോൾ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. പിന്നെ മാത്രമല്ല ഇതൊരു ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ഒരുപാട് പ്രിപ്പറേഷൻ വേണ്ട ഒരു സിനിമയുടെ ഒരു ഇതാണ്. അങ്ങനത്തെ ഒരു ജോണറാണ്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട്. എല്ലാം നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുന്നു. അതെ, ഫൈറ്റ് ബോക്സിംഗ് ആണ് അതിൻ്റെ ഒരു മെയിൻ ജോണറായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തത്. ക്യാരക്ടർ ഇപ്പോൾ പറ്റില്ല. അതുപോലെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ 3ാമത്തെ സിനിമയാണ് ഉണ്ട തല്ലുമാല. അപ്പോൾ അതിലെല്ലാം അടിപൊളിയായി വരട്ടെ. 3 മാസമാണ് ഈ ബോക്സിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് 3 മാസമായിട്ട് ഞങ്ങൾ എല്ലാ ആക്ടേഴ്സും എല്ലാ കാസ്റ്റ് എല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിലും ബോക്സിംഗ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടായി ഇതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറം സിനിമ എങ്ങനെ വരും ടോട്ടലി ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. ഇപ്പോൾ നമ്മൾ എന്താ സംസാരിക്കണമെന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതിനു മുമ്പ് ചെയ്ത തല്ലുമാല ഒരു ഫൈറ്റ് മൂവി തന്നെയാണ്. ഇതൊരു ഫൈറ്റും കാര്യങ്ങളും. ഇത് രണ്ടും രണ്ടും ഡിഫറൻ്റ് വ്യത്യാസം ഉണ്ടാവും. എന്തായാലും വേറെ തന്നെ പരിപാടിയായിരിക്കും ഇത്. മറ്റെന്താണെന്ന് വെച്ചാൽ തല്ലുമാല ഒരു വേറെ സ്റ്റൈൽ ഓഫ് പരിപാടിയാണ്. അറിയാലോ, ഇതിപ്പോൾ ഞാനല്ല പറഞ്ഞത്, റഹ്മാനെ അറിയാലോ, എല്ലാവർക്കും അറിയണമല്ലേ. അവരുടെ എല്ലാ സിനിമകളും 4 സിനിമകളും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇപ്പോൾ ഇത് വേറെ തരം സിനിമയാണ്. ഇതിനും ഫൈറ്റ് ഉണ്ട്. റിയലിസ്റ്റിക് അത് ബോക്സിംഗ് തന്നെയാണ്, അമേച്ചർ ബോക്സിംഗ് ആണ് മെയിനായിട്ട്.
അപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്തായാലും ബാക്കി ഷൂട്ട് എടുക്കട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒരുപാട് നന്ദി. ഷാനിദ് റഹ്മാന്റെ ഫസ്റ്റ് പടത്തിൽ നായികയായിരുന്നല്ലോ, ചേച്ചിയുടെ ഫസ്റ്റ് പടം അത് തന്നെയായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു പടത്തിൽ ആൾക്കൊരു ആശംസ എന്നുള്ള രീതിയിൽ വേറെ ഒന്നുമില്ല. ഇല്ല, റഹ്മാൻ്റെ 2 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഹ്മാൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എനിക്കറിയാം. ഡിഫറെൻറ്റ് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഡയറക്ടറാണ്. ഇത്തവണ ഇതുവരെ ചെയ്യാത്തൊരു ജോണറാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഈസ് പ്രൊഡ്യൂസിങ്, ഈസ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്. അപ്പം പിന്നെ മൊത്തം ടീം എനിക്കറിയുന്നത്, അഭിനയിക്കുന്നവർ മാത്രമാണ് കുറച്ച് പുതിയ പുതിയ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേട്ടിടത്തോളം ദിസ് ഇസ് ഗോയിങ് ടു ബി ഫെന്റാസ്റ്റിക്. അടിപൊളിയാവട്ടെ, നന്നായി വരട്ടെ. ഈ പടത്തിൽ ചാൻസ് ഒന്നും ചോദിച്ചില്ലേ? ഇല്ല, ഫൈറ്റ് ആയതുകൊണ്ട് പേടിയാണോ? അല്ലല്ല, വേറെ ഒരു കാറ്റഗറി ഓഫ് അങ്ങനെയാണ് കാസ്റ്റിംഗ്. ഞാൻ ആപ്റ്റ് അല്ലാന്ന് എനിക്ക് തന്നെ അറിയാം. കഥ പുതിയ പ്രൊജക്റ്റുകൾ തമിഴാണ്. വളരെ തിരക്കട പടം.